മേരി ജോർജ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരികയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകിയത്. 400 രൂപ കൂട്ടുമ്പോൾ പെൻഷൻ 2000 രൂപ മാത്രമേ ആകുന്നുള്ളൂവെന്നും സതീശൻ പറയുന്നു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പൊ 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത്? വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഒരു പൈസയും വരുന്നില്ല. അതിന് വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി കൂടി വന്ന 2-3 മാസം കൊടുത്താൽ മതിയല്ലോ. ഇത് ചെയ്താൽ മതിയല്ലോ. ബാക്കി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിലോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.